ബോബി ചെമ്മണ്ണൂരിന്റെ ജയിൽ മോചനത്തിനിടെ കാക്കനാട് ജയിലിന് മുന്നിലുണ്ടായത് നാടകീയ രംഗങ്ങൾ. സുഹൃത്തുക്കളെ, നാടകം ആരംഭിക്കുകയായി. പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. പേര് കേട്ട വിവരദോഷികളാണെന്ന് തോന്നുന്നു. ഇത് കമ്പിത്തിരി, മേശപ്പൂവ്, ലാത്തിരി, പൂത്തിരി അടുക്ക് ഇതെടുക്കാൻ. ദീപാവലി വന്നു കഴിഞ്ഞാൽ നമ്മൾ റോഡിലല്ലേ പൊട്ടിക്കുന്നത്. ഇത്രയും മാറി ചുമ്മാ ചലിക്കാടെ പോക്കർത്തരം കാണിച്ച അമ്മച്ചു കാണാൻ ഇടിച്ചിന്റെ കൂമ്പ് കളിക്കളെ. പടക്കം പൊട്ടിക്കാൻ ഏതാടാ അല്പൻ പട്ടി ഷോ ആണ്. ഞങ്ങളെ പൊട്ടിക്കും, ഞങ്ങളെ പൊട്ടിച്ചിരിക്കും, ഇതിന് ഒത്തുതീർപ്പുണ്ടാക്കാൻ വന്ന ഞങ്ങളെ പൊട്ടിച്ചിരിക്കും, ഞങ്ങളെ അധികം നിന്ന് വാചകം അടിച്ച നിന്റെ അണ്ണാക്കിൽ ഞാൻ 12 ഊരി ഒഴിക്കും. എല്ലാത്തിനും പിടിച്ചകത്തിട്ട് ചന്തിക്കിട്ട് 4 പൊട്ടിക്കണം. അല്ലില്ലാത്തടത്ത് ഒരു ഓലപ്പടക്കം പൊട്ടിക്കുന്നത് എന്താണ് തെറ്റ്? പടക്കത്തിൽ തൊട്ടു പോയത് കൊച്ചുള്ളവർ കത്തിക്കാൻ കമ്പിത്തിരി മത്താപ്പൂക്കൊണ്ട് നീ അത് പോയി കത്തിച്ചാൽ ഞങ്ങളെ പൊട്ടിക്കും, ഞങ്ങളെ പൊട്ടിച്ചിരിക്കും. A few moments later. നശിപ്പിക്കല്ലേ പടക്കം അവര് ഇന്നലെ പറഞ്ഞു പൊട്ടിച്ചോളാൻ പറഞ്ഞ ഞങ്ങളോട്. അവര് ഇന്നലെ പറഞ്ഞു പൊട്ടിച്ചോളാൻ പറഞ്ഞ ഞങ്ങളോട്. പോവാണ്. ഞങ്ങൾ വരാൻ ലേറ്റ് ആയതിന്റെ ഒരു ഇതാ. എല്ലാരും ഞങ്ങൾ അവിടെ വെച്ച് തന്നെ ഇതെല്ലാം പടക്കവും പൊട്ടിച്ച് പുള്ളിക്ക് മാറി വിട്ടു. കോട്ടെ സാരല്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. പുറത്തിറങ്ങിയതിനു ശേഷം ജയിലിന്റെ പുറത്ത് പടക്കം പൊട്ടിക്കാനടക്കം ആളുകൾ കാത്തു നിൽക്കുകയായിരുന്നു. അവരുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ? താങ്കളുടെ നിർദ്ദേശം അക്കാര്യത്തിലുണ്ടോ? ഒരിക്കലും യാതൊരു ബന്ധമില്ല എന്ന് ആരൊക്കെയോ വന്നേ ചന്ദ്രൻ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എങ്ങനെ പറഞ്ഞോടാ? അവരുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ? ഒരിക്കലും യാതൊരു ബന്ധമില്ല എന്ന് ആരൊക്കെയോ വന്നേ ഇന്നലെ. അപ്പൊ ഞാൻ പൊട്ടന ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പൊട്ടന. ഞാൻ പോച്ചെ ഫാൻസ് എല്ലാ ജില്ലകളിലും കോർഡിനേറ്റേഴ്സിന് നേരത്തെ തന്നെ ഡയറക്ഷൻ കൊടുത്തിരുന്നു. ഒരു കാരണവശാലും ജയിലിലേക്ക് ആരും വരരുത്, അതുകൊണ്ട് ആരും തന്നെ അങ്ങോട്ട് വരേണ്ടതില്ല. ഡയറക്ഷൻ നേരത്തെ കൊടുത്തതാണ്. ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിലെന്തോ കൈയുണ്ട്.